വർക്ക് കിട്ടിയത് ശരിയല്ലേ? കാണിച്ചേ, ഒന്ന് കാണിച്ചേ, വർക്ക് കിട്ടിയത് 79 ഒന്ന് ക്യാമറ കാണിച്ചേ. എത്രയാ? 79. ഇവിടെ 79 ഞാൻ ആദ്യം അറിഞ്ഞിരുന്നോ? ഈ സംഖ്യ എനിക്ക് അറിയുള്ളൂ. ഈ സംഖ്യ എനിക്ക് അറിഞ്ഞിരുന്നോ? ഇല്ല. പക്ഷെ അയാൾക്ക് എന്ത് വെച്ചു? ആ നമ്പർ എത്രയാണോ അതിവിടെ വന്നു. ശരിയല്ലേ? ശരിയല്ലേ? ശരിയാണോ? എല്ലാവരും ഉഷാറാണല്ലേ? ശരി, അപ്പൊ നമുക്കൊരു ചെറിയൊരു ഗെയിമിലൂടെ ആരംഭിക്കാം. നമ്മുടെ സബ്ജക്ട് ഏതാണ്? മാത്സിന്റെ ചെറിയൊരു ഗെയിമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നിങ്ങൾക്ക് റെഡിയല്ലേ? റെഡിയല്ലേ? നിങ്ങൾ ആരെങ്കിലും ഒരാള് തയ്യാറായിട്ട് നിൽക്കണം. ആരെങ്കിലും ഒരാള് റെഡിയായിട്ട് ഇതിലൊരു സംഖ്യ ഇടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1 മുതൽ 9 വരെയുള്ള എന്തെങ്കിലും നമ്പറുകൾ 1 മുതൽ 9 വരെയുള്ള എന്തെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ കാരണം എഴുതണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ ഞാൻ നിങ്ങൾ ആരും കാണാതെ എഴുതുന്നു. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെ ഒരു സംഖ്യ എഴുതി വെക്കണം. നമ്മൾ ആരാ തയ്യാറ്? മോനെ നമുക്ക് ഇവിടെ വന്നിട്ട് ശേഷം മടക്കി വെക്കാം. ഓക്കെ, മടക്കി വെക്കുക. ഇങ്ങനെ വെക്കുക, കാണണ്ട അതിനാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ എഴുതി കഴിഞ്ഞു. അയാളോട് സംഖ്യ എഴുതിയിട്ടുണ്ട്. ഞാനൊരു നമ്പർ എഴുതിയിട്ടുണ്ട്. 1 മുതൽ 9 വരെ ഉള്ള നമ്പറുകൾക്കിടയിൽ ഒരു സംഖ്യ അല്ലേ? ശരി, ഇനി ബുക്ക് എടുത്തു. പുസ്തകം എടുത്തു. ചെറിയൊരു കാൽക്കുലേഷൻ ഹെൽപ്പിന് വേണമെങ്കിൽ നിന്റെ സുഹൃത്തുക്കളെ ഹെൽപ്പും വാങ്ങിക്കാം. നിനക്ക് വേണമെങ്കിൽ നിന്റെ നമ്പർ നിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഞാൻ പറയുന്ന കാൽക്കുലേഷൻ കൃത്യമായി ചെയ്യാം. ഓക്കെ, ഒരാൾ അയാളുടെ ഹെൽപ്പ് ഒപ്പം ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ശരി. നമ്പർ മോനിവിടെ എഴുതിയ നമ്പർ ഉണ്ടല്ലോ, നമ്പർ എത്രയെന്ന് എനിക്ക് അറിയോ? ഇവിടെ ആർക്കും അറിയില്ലല്ലോ, അയാൾക്ക് മാത്രമേ അറിയൂ. ഞാൻ എഴുതിയ നമ്പർ നിങ്ങൾക്ക് അറിയോ? മോനെ വിചാരിച്ച നമ്പർ ആ സംഖ്യ അവിടെ എഴുതിപ്പോ അതിന്റെ ഇരട്ടി. ഫോർ എക്സാമ്പിൾ മോനെ 4 കരുതിയെന്നുണ്ടെങ്കിൽ 4ന്റെ ഇരട്ടി എത്രയാ? 8. അപ്പൊ 8. മോനെ എന്താണ് വിചാരിച്ച സംഖ്യയുടെ ഇരട്ടി എടുക്കണം. ഇനി ആ ഇരട്ടി എടുത്തതിൽ ഒരു 2 കൂട്ടുക. ഇനി അതിൽ 2 കൂട്ടും. ആദ്യ സംഖ്യയെ ഇരട്ടിയാക്കി, അതായത് ഡബിൾ ആക്കി, ഇതിൽ 2 കൂട്ടും. റെഡി? ഇനി അതിൽ 5 കൊണ്ട് ഗുണിക്കുക. ഒന്നുകൂടെ പറയുന്നു. ആദ്യ സംഖ്യ വിചാരിച്ചിട്ടുണ്ട്, ആ സംഖ്യയെ ഇരട്ടിയാക്കി, അല്ലേ? ഇരട്ടിയാക്കി അതിൽ 2 കൂട്ടി. ശേഷം എന്ത് ചെയ്തു? 5 ഗുണിച്ചു. ഇരട്ടിയാക്കി അതിൽ 2 കൂട്ടി, ആ കിട്ടിയതിനെയാണ് 5 കൊണ്ട് ഗുണിച്ചത്. ശരിയല്ലേ? ഞാൻ എക്സാമ്പിൾ ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എടുത്ത് ചെയ്യാം. എല്ലാവരും ശരിയാക്കണമെന്ന് ചെയ്യാം, യാതൊരു ശരിയാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും എല്ലാവർക്കും ഒരുമിച്ചായിട്ട് പ്രവർത്തനം തരാം. റെഡി? അപ്പൊ 4 വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 8 ആക്കുക, അതായത് 2 ഡബിൾ ആക്കുക. 2 കൂട്ടിയ 10 വരും, പിന്നെ 5 കൊണ്ട് ഗുണിച്ചാൽ 50 വരും. അല്ലേ? ഒരു സംഖ്യ കിട്ടി മോനെ. ഒരു കാര്യം ചെയ്യൂ, മോനെ ആ കിട്ടിയ സംഖ്യ ഒന്ന് കുറക്കുക. കുറച്ചു. ഓക്കെ, ഇപ്പൊ ഒരു സംഖ്യ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലേ? ആ സംഖ്യ നിങ്ങൾക്ക് 2 പേർക്കെങ്കിലും അറിയുള്ളൂ. ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഉറപ്പല്ലേ? കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ലല്ലോ. ഉറപ്പല്ലേ? ഞാനിവിടെ ഒരു സംഖ്യ കാണിക്കാൻ പോകുന്നത്, ആ സംഖ്യയാണോ എന്നൊന്ന് നോക്കുക. ഇതാണോ സംഖ്യ? ആണ്. 79 വർക്ക് കിട്ടിയത് ശരിയല്ലേ? കാണിച്ചേ, അത്
ക്യാമറ കാണിച്ചാൽ എത്രയാ 79. ഇവിടെ 79 ആണെന്ന് ഞാൻ ആദ്യം അറിഞ്ഞിരുന്നോ? ഈ സംഖ്യ എനിക്ക് അറിയുള്ളൂ. ഈ സംഖ്യ എനിക്ക് അറിഞ്ഞിരുന്നോ? ഇല്ല. പക്ഷെ അയാൾക്ക് എന്ത് വെച്ചു? ആ നമ്പർ എത്രയാണോ അതിവിടെ വന്നു. ശരിയല്ലേ? ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ സമവാക്യങ്ങൾ നിങ്ങൾ പാഠം പഠിക്കുന്ന ആൾക്കാരല്ലേ? അല്ലേ? സമവാക്യങ്ങളിലെ ചെറിയൊരു ട്രിക്ക് ഞാൻ ഇവിടെ വെച്ചു. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര വലിയമായ ഒരു സംഭവം ഇവിടെ നടന്നു പോയിന്നല്ലേ? അത്ര വലിയ സംഭവങ്ങളൊന്നല്ല നടന്നിട്ടുള്ളത്. വളരെ നിസാരമായ ഒരു ട്രിക്കിന്റെ നടന്നിട്ടുള്ളത്. ടഫായ ഒരു ഗെയിമായിട്ട് ഫീൽ ചെയ്തില്ലേ? അത്ര വലിയ ഗെയിമൊന്നുമല്ല. വളരെ നിസാരപ്പെട്ട നമ്മുടെ ഇക്വേഷൻസ് എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയൊരു ഗെയിമിനെ നമ്മൾ നടന്നിട്ടുണ്ട്. ഈ ഗെയിമിന്റെ ട്രിക്കിലൊക്കെ നമ്മളൊന്ന് കടക്കും. ഈ ഗെയിം എങ്ങനെയാണ് കണ്ടെത്തിയത് നിങ്ങൾ തന്നെ പറഞ്ഞു. ഓക്കെ, ശരി.